ഹായ് എവറി വൺ. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ജസ്റ്റ് മൂകാംബി വരെ പോവുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ രാവിലെ ഒരു 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5:30 ആയി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉച്ചയ്ക്ക് റൂമിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് കണ്ണൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു കാറിൽ രാവിലെ എണീറ്റതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ണൂർ സൈഡിൽ എവിടെയോ നമ്മൾ നിർത്തിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ജാനിക്ക് നമ്മൾ ഇഡ്ഡലി പാഴ്സൽ ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്കതൊന്നും വേണ്ടായിരുന്നു. അവൾക്ക് നമ്മൾ ഓർഡർ ചെയ്യണ ഫുഡായിരുന്നു ഏറ്റവും താല്പര്യം. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ജാനി ഭയങ്കര ഹാപ്പി ആയിട്ട് അച്ഛമ്മയുടെയും അച്ചാച്ചൻ്റെയൊക്കെ കൂടെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവൾ ഉണ്ടായിട്ട് ഇങ്ങനൊരു ലോങ് ട്രിപ്പ് പോകുന്നത്. യൂഷ്വലി കോഴിക്കോട് എറണാകുളം കോഴിക്കോട് ഇതേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഉടുപ്പി എത്തി. തലേദിവസത്തെ ഉറക്കക്ഷീണം നല്ലപോലെ ഉള്ളത് കാരണം ജാനി നല്ല ഉറക്കം തന്നെയായിരുന്നു ത്രൂ ഔട്ട് ദി ജേണി. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ തീരെ ഉറങ്ങാണ്ടായിരുന്നിരുന്നത്. മൂകാംബി എത്തണ വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും എണീക്കും അങ്ങനെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ളൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു യാത്രയായിരുന്നു ഈ മൂകാംബി ട്രിപ്പ്. പക്ഷെ ദേവി വിളിച്ചാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്നുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് 3 വർഷം എടുത്തു ഞങ്ങൾക്ക് ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട്. മൂകാംബി പോയവർക്കറിയാം, ഈ ഒരു കവാടം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വിചാരിച്ചു റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ലഗേജെല്ലാം വെച്ചിട്ട് പോയി ഫുഡ് കഴിക്കാമെന്ന്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ഹോട്ടൽ ദേവി കൃപയാണ്. അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചൊരു 100 മീറ്റർ മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഹോട്ടൽ വരുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മൂകാംബിയിൽ വരണേന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ലാസ്റ്റ് എൻ്റെ ഫാമിലിയും കസിൻസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അർജുനും അച്ഛനും അമ്മയൊക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് നാളായി എന്നാണ് അവരും പറഞ്ഞത്. അപ്പം ഞങ്ങൾ പയ്യെ ചെക്ക് ഇൻ ചെയ്തു. നല്ലൊരു റൂമായിരുന്നു. ബേസിക് ഹോട്ടലാണ്. ജസ്റ്റ് ഒരു രാത്രിയിലേക്കല്ലേ ഉള്ളൂ. ലഞ്ച് കഴിക്കാനായിട്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാലക്ഷ്മി റെസിഡൻസി എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. പക്ഷെ ജാനി എന്തോ ഈ ട്രിപ്പ് ഫുള്ള് അച്ചാച്ചൻ്റെ കൂടെയാണ്. അച്ചാച്ചൻ്റെ മടിയിലിരുന്നാണ് ഫുള്ള് ഫുഡ് കഴിക്കൽ മൊത്തം. അത് കുറച്ച് അവൾക്കിടെ ഓർഡർ ചെയ്യുന്ന എന്താണോ അത് അവളും കഴിക്കും, കുറച്ച് അച്ചാച്ചനും കൊടുക്കും. അങ്ങനെയായിരുന്നു ജാനിയുടെ ഈ ഫുൾ ട്രിപ്പ് മൊത്തം. അച്ഛൻ്റെ മീൽസ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം അച്ഛൻ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കൈയിട്ട് വാരി കഴിക്കുമായിരുന്നു. ജാനിക്കും അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ താലി പോലെയാണ് അച്ഛൻ്റെ ഫുൾ മീല് വന്നത്. പിന്നെ അവരെല്ലാവരും പനീർ ഫ്രൈഡ് റൈസും ഞാൻ കേർഡ് റൈസും ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയായി. ത്രൂ ഔട്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴയായിരുന്നു. ലഞ്ച് കഴിച്ച് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ മുരുടേശ്വർ പോയി. മുരുടേശ്വർ ഞാൻ ഈ അടുത്ത് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മൂകാംബിയിലാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നത്. പണ്ട് കോളേജ് ടൂറിന് ഗോവയ്ക്ക് പോണ വഴി മുരുടേശ്വർ ഇറങ്ങിയപ്പോൾ എൻ്റെ ജന്മത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല അർജുനും ഞങ്ങളുടെ കുട്ടിയും അച്ഛനും അമ്മയും എല്ലാം ആയിട്ട് ഞാൻ വീണ്ടും ഇവിടേക്ക് വരും എന്നുള്ളത്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശിവൻ്റെ സ്റ്റാച്ചു ഫുൾ മെയിൻ്റനൻസിലായിരുന്നു. അതുകൊണ്ട് മൊത്തം അതിലിങ്ങനെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ട് സ്കഫോൾഡിങ് വർക്ക് നടക്കുമായിരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗുണം ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കാറ് നമുക്ക് മുകളിൽ വരെ ചെന്നു. നല്ല തിരക്കുള്ള ടൈമായിരുന്നു. മുരുടേശ്വർ അല്ലെങ്കിൽ കർണാടക എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര നൊസ്റ്റാൾജിക് പ്ലേസാണ്. അവരതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എൻ്റെ 23ാമത്തെ വയസ്സിൽ ഇവിടെ ഈ സ്ഥലത്ത് ഇതിൻ്റെ അടുത്തായിരുന്നു താമസം. അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം വന്നെങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോൾ പുതുമയുള്ളതായിട്ടാണ് തോന്നിയത്. അത് വളരെയധികം എൻജോയ് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡും മോൻ്റെ ഭാര്യയും കുട്ടിയും ഒപ്പം വളരെ സന്തോഷമായി ഇന്നെനിക്കിവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മുരുടേശ്വരപ്പനോട് വളരെയധികം അനുഗ്രഹം
അനുഗ്രഹവും എന്താ പറയേണ്ടത്, ഭയങ്കര ഒരു സന്തോഷം തോന്നി. മഞ്ചേശ്വരത്തെത്തിയപ്പോൾ എനിക്ക് പഴയകാലത്തെ ഓർമ്മകളാണ് മനസ്സിൽ വന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു ജോലി കിട്ടിയിട്ട് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. വർഷങ്ങളോളം ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുമ്പിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. വീണ്ടും പല പ്രാവശ്യം ഇവിടെ വന്നെങ്കിൽ പോലും ഇന്ന് മറ്റൊരു പുതിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ മകനും ഭാര്യയും കൊച്ചുകുട്ടിയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ മകനും എല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഇന്ന് ഈ ദിവസം ആസ്വദിക്കുന്നത്. അർജുൻ ശ്രീകുട്ടനും കൂടെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയിട്ട് ബ്ലൂബെറി ഫ്ലേവറാണ് കിട്ടിയത്. അതിഷ്ടമല്ല തീരെ. ആ സങ്കടമാണ് ഓടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തോ ഭാഗ്യത്തിന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് തീരെ ഇഷ്ടമല്ല അതൊരു ഫ്ലേവറാണ് ബ്ലൂബെറി. അപ്പോൾ പയ്യെ ഒരു ഐസ്ക്രീമും പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ ശിവ സ്റ്റാച്ചുവിൻ്റെ അടിയിലുള്ള എൻട്രിയിൽ ഇങ്ങനെ കുറച്ച് രാമായണ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി പലവട്ടം വന്നപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും വന്നതല്ലേ, പോയി കയറി കണ്ടേക്കാം എന്ന് കരുതിയിട്ട് വീണ്ടും ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട്, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ 20 റുപ്പീസാണെന്ന് തോന്നുന്നു പെർ ഹെഡ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറി. ഇതുപോലെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് കാണാനായിട്ട്. ജാനീനെ എല്ലാം കാണിച്ച് ഞങ്ങൾ ഒരു ഓട്ടപ്രദർശനം പോലെ കയറിയിട്ട് പയ്യെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഈവനിങ് മുരുടേശ്വറിലേക്ക് പോകാൻ കാരണം ആ ബീച്ചും സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുരുടേശ്വറിൽ പോയപ്പോൾ മഴ പെയ്തില്ല, പക്ഷെ ഒരു മഴക്കാരൻ്റെ ഒരു രീതിയായിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് സൺസെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അധികം അവിടെ നിന്ന് ടൈം കളയണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ പയ്യെ പോകാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തു. ആ കാണുന്ന നവീൻ റെസ്റ്റോറൻ്റ് എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെയും ഭയങ്കര ഫേവറേറ്റ് റെസ്റ്റോറൻറ്റാണ്. പണ്ട് അവരിവിടെ താമസിച്ചിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലസ്സി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയും കൂട്ടി അവിടെ പോയി. ഞങ്ങൾക്ക് സൈഡിൽ തന്നെ, ബീച്ച് സൈഡിൽ തന്നെ ഒരു സീറ്റൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഒപ്പിച്ചു. പക്ഷേ പറയത്തക്ക ഒരു ഗ്രാൻഡ് ഫുഡോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നപ്പോഴും ഇവിടെ കയറിയിട്ടുണ്ട്, ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞങ്ങൾ പയ്യൊരു മസാല ദോശയും ചാട്ടും ഒക്കെ പറഞ്ഞു, പക്ഷേ ലസ്സി മാത്രം കൊള്ളാം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ റൂമിലേക്ക് തിരിച്ചു. റൂമിൽ ചെന്നിട്ടൊന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിൽ വൈകിട്ട് തൊഴാനായിട്ട് പോയി. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.